ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് എണ്ണയിൽ മുക്കി പൊരിക്കണ അങ്ങനത്തെ പലഹാരമൊന്നുമല്ല കേട്ടോ, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തന്നെയാണ്. ആവിയിൽ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ അതിൽ ഒരു ഫില്ലിങ് വേണം. ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കനോ ബീഫോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. മുള്ളില്ലാത്ത ഏത് മീനും എടുക്കാം കേട്ടോ. ഇനി മുള്ളില്ല മീനാണെന്നുണ്ടെങ്കിൽ മുള്ള് കളഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് തേങ്ങ ചിരവിയതും അതിലേക്ക് കുറച്ച് നല്ല ജീരകവും 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ മീൻ ഒരു ഭാഗം വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്താണ്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കറിയാലോ പൊടി നനയുന്ന ഒരു പാകം, ആ ഒരു പാകമായപ്പോൾ നമ്മൾ തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചതച്ച് വെച്ചില്ലേ, അതും അതിലേക്ക് ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ മീനും ഫ്രൈ ആയി വന്നിട്ടുണ്ടേനും. അപ്പോൾ അത് ഞാൻ ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ച് സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. 2 സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടതിനത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഇവിടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാണ് കേട്ടോ. സവാള നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. പിന്നെ ഞാൻ അതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ മീനിക്ക് അത്യാവശ്യം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആ ചട്ടിയിൽ ഉണ്ടായിനും. അപ്പോൾ അതുകൊണ്ട് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയോ ഗരം മസാല നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ട് അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ, ഫില്ലിങ് റെഡിയായി. പിന്നെ നമ്മളെ മാവുന്ന് ഇതാ വലിയ ഓരോ ബോൾസ് മാവ് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ചെറുതായി ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 9 സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ഇത് കുറച്ച് വലിയ ഇതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേറെ ചെറിയ രീതിയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ. പിന്നെ അത് ആവി കയറ്റിയിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സ്നാക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. കുറച്ച് എണ്ണ മതി, ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചാലും മതി. പക്ഷേ ഇതുപോലെ ഒന്ന് മുളക് പൊടിയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്താണ്ട് എണ്ണയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി മീൻ ഫില്ലിങ് ഇഷ്ടമല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ചേർത്തിട്ടും ഉണ്ടാക്കാം.